നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. ഇന്ന് ക്രിസ്മസ് ആണ്. തിരുപ്പിറവി സ്മരണയിലാണ് ലോകം. ആദ്യം ആ റിപ്പോർട്ടുകളിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വത്തിക്കാനിലെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം നൽകി. യുക്രൈനിൽ ആയുധങ്ങൾ നിശബ്ദമാകട്ടെയെന്നും പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ സാധ്യമാകട്ടെയെന്നും ക്രിസ്മസ് ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ. സംസ്ഥാനത്തെ ദേവാലയങ്ങളിലും ക്രിസ്മസ് ദിന പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യകാർമ്മികത്വം വഹിച്ചു. പുൽക്കൂട് വിവാദം, മുനമ്പത്തെ ഭൂമി തർക്കം ഉൾപ്പെടെ പ്രതിപാദിച്ച തോമസ് ജെ നെറ്റോ വയനാട് പുനരധിവാസം വൈകുന്നുവെന്നും പറഞ്ഞു. ബാഹ്യമായ ക്രിസ്മസിന്റെ അടയാളങ്ങളെ തകർക്കുവാനേ അവർക്കാകൂ. നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലുമുള്ള യേശുവിനുള്ള വിശ്വാസം അത് പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കുവാനും ആഘോഷിക്കുവാനും ഏതൊന്നും നമ്മെ തടസ്സപ്പെടുത്തുകയില്ല എന്ന് നാം തിരിച്ചറിയുന്നു. സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ തൃശൂർ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് കാർമ്മികത്വം വഹിച്ചു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കാത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ജനന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്തയും നിയുക്ത കാതോലിക്കയുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് 24. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ക്രിസ്മസ് ആഘോഷത്തിന് CBCI ആസ്ഥാനം സന്ദർശിച്ച BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. ഡൽഹി അതിരൂപത അധ്യക്ഷന്മാർ അനിൽ ജോസഫ് കൂട്ടോയുമായി JP നഡ്ഡ കൂടിക്കാഴ്ച നടത്തി. തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. CBCI ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. വിവാദങ്ങൾക്ക് പിന്നാലെയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഡൽഹിയിലെ CBCI ആസ്ഥാനത്തെത്തിയത്. സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ സന്ദർശനം നടത്തിയ JP നഡ്ഡ ഡൽഹി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ അനിൽ ജോസഫ് കൂട്ടോയുമായി കൂടിക്കാഴ്ച നടത്തി. देश सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, इस मंत्र को लेकर, प्रधानमंत्री जी के इस मंत्र को लेकर देश आगे बढ़े और समाज में सद्भावना के साथ साथ सभी विकास के साथ अपने आप को जोड़े, ऐसी हमने प्रार्थना की है. ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ JP നഡ്ഡയെ അറിയിച്ചെന്ന് ആർച്ച് ബിഷപ്പ്. ക്രിസ്മസ് ആഘോഷത്തിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിച്ച് വിവാദത്തിനില്ലെന്ന് ആവർത്തിക്കുകയാണ് CBCI നേതൃത്വം. There I have expressed all my concerns and he said he will cooperate his level best to sort out all the issues. BJPയുടെ സ്നേഹയാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി. ആർച്ച് ബിഷപ്പും CBCI അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്തുമായി K സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമേ അല്ല. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും എല്ലാം ഒരു ആഘോഷ ഉത്സവമാണ്. അപ്പോൾ അത് നമ്മളെ മലയാളികളെല്ലാവരും കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. തൃശൂർ മേയർ MK വർഗീസിനെയും K സുരേന്ദ്രൻ വീട്ടിലെത്തി കണ്ടു. മണിപ്പൂർ സംഘർഷത്തിലും പാലക്കാട് പുൽക്കൂട് തകർത്തതിലും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് നേതാക്കൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായത്. 24 ഡൽഹി. ക്രിസ്മസ് ആശംസ നേരാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് ഹൌസിലെത്തി. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ചു. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം കൂടിക്കാഴ്ചയെന്ന് ഇരുവരും പ്രതികരിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളും പ്രിയപ്പെട്ട MK മുനീർ MLAയും ഇവിടെ സന്നിഹിതരാണ്. ക്രിസ്മസ്
ആശംസിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത്. ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു, ആദരിക്കുന്നു. ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത്. ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും അതിനെ ദൃഢപ്പെടുത്തുന്നതും. കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കുകയില്ല. ഏത് വിധേനയും അവർക്ക് അവരുടെ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഈ മറ്റൊരു വാർത്ത. മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാമെന്ന് സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. എന്നാൽ ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്നാണ് മുനമ്പം സമരസമിതിയുടെ നിലപാട്. സർക്കാരിൻ്റേത് കാപട്യമെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഭൂമി തരം മാറ്റാതെ ഭൂനികുതി സ്വീകരിക്കുന്നതിനാണ് നിലവിൽ അനുമതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കരട് അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. സർക്കാർ പരിശോധനകൾ കഴിഞ്ഞ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സർക്കാർ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. 610 കുടുംബങ്ങളുടെയും നികുതി സ്വീകരിക്കാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ എത്തിയത്. നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് പലർക്കും വേണ്ടതെന്ന്. എന്നാൽ ശാശ്വതമായ പരിഹാരമാണ് മുനമ്പത്ത് ആവശ്യമെന്ന് സമരസമിതി. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം. റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്ന് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും അന്യായമായി എഴുതിയെടുത്തിരിക്കുന്ന ആ വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന സത്യവാങ്മൂലത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. സർക്കാർ നിലപാട് കാപട്യമെന്ന് വിമർശനം. ഇത് കാപട്യമാണ്, സർക്കാരിന്റെ കാപട്യമാണ്. ഇതുവരെ കൊടുത്തില്ല. ഇത്രയും നാളായിട്ട് ഇവരെ സമരം 74ാമത്തെ ദിവസം. ഇതുവരെ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 1. 2, അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ 2 ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട്. ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് ഹിയറിംഗ് ആരംഭിക്കും. റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. ക്രിസ്മസ് ദിനമായ ഇന്ന് 200-ലധികം ആളുകൾ സമരപ്പന്തലിൽ നിരാഹാരമനുഷ്ഠിച്ചു. നാളെ മുതൽ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളിലെ ഒരാൾ വീതം നിരാഹാരമിരിക്കും. 24 കൊച്ചി. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം ശബരിമല സന്നിധാനത്തെത്തും. 6:30-ക്കാണ് ദീപാരാധന. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കാത്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ നടപ്പന്തലിൽ നിന്ന് തത്സമയം. ശ്രീജിത്ത്, ഘോഷയാത്ര അങ്ങോട്ടേക്ക് എത്താറായോ? 6:30-ക്കാണല്ലോ ദീപാരാധന. ഇന്ന് വലിയ തിരക്കുണ്ടോ? അനുജ, ആ ഘോഷയാത്ര ഇപ്പോൾ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുകയാണ്. തലയിൽ ചുമടേറ്റി ആണ് ഈ തങ്കയങ്കി ഇങ്ങോട്ട് ഭക്തി ആദരപൂർവ്വം കൊണ്ടുവന്നിരിക്കുന്നത്. ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇതുവരെ ഈ യാത്രയെ അനുഗമിച്ചത്. എന്തായാലും അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ശരണം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ തങ്കയങ്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. വലിയ ഭക്തിയാദരപൂർവ്വമാണ് ഇത്തരത്തിൽ പോലീസുകാരാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. തിരുവാഭരണം കൊണ്ടുവരുന്ന അതേ സംഘത്തിലെ അംഗങ്ങളാണ് ഇത്തവണ ഈ തങ്കയങ്കിയും ഇങ്ങോട്ട് തലയിലേറ്റിക്കൊണ്ട് അയ്യപ്പന് ചാർത്താനുള്ള 421 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയും കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നടപ്പന്തലിലേക്ക് പ്രവേശിക്കും. പോലീസുകാരാണ് ഇത്തരത്തിൽ ശരണം വിളിച്ച് നടപ്പന്തലിലേക്ക് കയറ്റുന്നത്. ആഴിയുണ്ട്, അവിടെ കുത്തുവിളക്കുണ്ട്. അങ്ങനെ വലിയ ആചാരപൂർവ്വം മേളപ്പെരുക്കത്തോടുകൂടി അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്
തങ്കയങ്കി ആനയിച്ചു കൊണ്ടുവരികയാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ ആകട്ടെ, സന്നിധാനത്താകട്ടെ, അല്പസമയത്തിനകം തന്നെ ചുമതലയുള്ള ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 18ാം പടിക്ക് താഴെ സ്വീകരിച്ചുകൊണ്ട് മുകളിലേക്ക് ആനയിക്കും. കൊടിമരത്തിന് ചുവട്ടിൽ മന്ത്രി VN വാസവൻ, ദേവസ്വം മന്ത്രി VN വാസവൻ, ഇതുകൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് എന്നിവർ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. 6:30ക്കാണ് ദീപാരാധന നടക്കുക. അത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ അല്പസമയം മുൻപ് തന്നെ, എത്രയോ സമയം മുൻപ് തന്നെ അവരിവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ചെറിയ നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് ഇത്തരത്തിൽ പ്രവേശനത്തിന് ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ പ്രവേശനത്തിലെ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണാൻ വേണ്ടിയാണ് ഇത്രയധികം ആളുകൾ കാത്തു നിൽക്കുന്നത്. വഴിയരികിലൊക്കെ നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ തങ്കയങ്കിയുടെ ദർശനം ലഭിച്ച ശേഷം ഏതാണ്ട് ഒരു 3:30 മണി വരെ അത് കൃത്യമായ രീതിയിൽ തന്നെ ഈ തങ്കയങ്കി താഴെ പമ്പയിൽ ഗണപതി കോവിലിന് സമീപത്ത് ദർശനത്തിന് വെച്ചിരുന്നു. അവിടെ പറകളെല്ലാം സമർപ്പിച്ചതിനു ശേഷമാണ് ശബരി പീഠത്തിലേക്ക് ഉള്ള യാത്ര ആരംഭിച്ചത്. ശബരിമലയിലേക്കുള്ള, സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. അത് തലയിലേറ്റി, അതുവരെ ഒരു രഥം പോലുള്ള ഒരു വാഹനത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് തലയിലേറ്റിക്കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അത് ഇവിടെ എത്തുന്നൊരു തൊട്ടു മുൻപ് ശബരി പീഠത്തിൽ അല്പസമയം ദർശനത്തിനായി, അല്ലെങ്കിൽ അവിടെ ഒരു വിശ്രമത്തിനായി വെച്ചു. അതിനുശേഷം ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയുമാണ്. വലിയ ആൾത്തിരക്ക് ഇപ്പോൾ തന്നെ സന്നിധാനത്തുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ഭക്തർക്കും ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊടാനുള്ള അവസരവും ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടി ഏതാണ്ട് അല്പസമയത്തിനകം തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്ന് 6:30ക്ക് നടക്കാനിരിക്കുന്നത്. വലിയ തീർത്ഥാടക പ്രവാഹം ശബരിമലയിലേക്കുണ്ടാകുന്നു. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. ബീഹാർ ഗവർണറായി നിയമിതനായതിനു പിന്നാലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ പരിപാടി വെട്ടിച്ചുരുക്കി. വൈകാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് മടങ്ങും. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ചും പരിഹസിച്ചും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും രംഗത്തെത്തി. പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വന്നതിന്റെ ജാള്യതയാണ് CPIM നേതാക്കൾക്ക് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ മറുപടി. ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. കേരളത്തിൽ വന്ന ഒരു ഗവർണറുമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല. ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതേ പിടിച്ചു വെച്ചു. ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷവും CPMനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്. ചെന്നൈയിലെ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. യൂണിവേഴ്സിറ്റിക്ക് സമീപം വഴിയോരക്കട നടത്തുന്ന ജ്ഞാനശേഖരനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ ഫോണിൽ നിന്ന് നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ക്യാമ്പസിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ പരാതി. യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വഴിയോരക്കട നടത്തുന്നയാളാണ് ജ്ഞാനശേഖരൻ. സംഭവം നടന്ന ദിവസം മതിൽ ചാടി പ്രതി ക്യാമ്പസിനകത്ത് കടന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവസ്ഥലത്തെ CCTV പ്രവർത്തനരഹിതമായത് പോലീസിനെ കുഴക്കിയിരുന്നു. ക്യാമ്പസിന് പിൻവശത്തെ ഒരു CCTV ദൃശ്യവും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിർണായകമായി. നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് ലഭിച്ചു. ഇയാൾക്കെതിരെ 15 കേസുകൾ നിലവിലുണ്ട്. കേസിൽ മറ്റു പ്രതികളില്ലെന്നാണ് പോലീസിന്റെ നിഗമനം.
2 ദിവസം മുൻപ് രാത്രി സുഹൃത്തുമായി ക്യാമ്പസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. പ്രതി മുഖം മൂടി വെച്ചതിനാൽ തനിക്ക് ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ക്യാമ്പസിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. இன்னொன்று தமிழ்நாட்டினுடைய காவல்துறை கைது பண்ணியிருக்கேன்னு சொல்கிறாங்க. விசாரணை குழுவை உயர்கல்வித்துறை அமைச்சிருக்கேன்னு சொல்கிறாங்க. இது என்னன்னா ஒரு கண் துடைப்பு நாடகத்துக்காக தான் இருக்குது. ஏன்னா நேற்று நடந்திருக்கு, கம்ப்ளைண்ட் கொடுத்துருக்காங்க, ஒருத்தர் அரெஸ்ட் பண்ணியிருக்காங்க, இன்னொருத்தர் யாருன்னு இப்போதைக்கு தெரியல. விசாரணை குழுன்னு பேசிக்கிட்டு இருக்காங்க. സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തി. ക്യാമ്പസിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗോവി ചെഴിയാൻ പറഞ്ഞു. പതിയാത്ത CCTVകളും തെളിയാത്ത ലൈറ്റുകളും ഒപ്പം കാട് മൂടിക്കിടക്കുന്ന ക്യാമ്പസും. ദൂരെയെങ്ങുമല്ല, രാജ്ഭവന് നേരെ എതിർവശം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരം. പ്രതികളെ പിടിക്കുന്നതിനപ്പുറം ക്യാമ്പസിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീ സുരക്ഷയിൽ ഊറ്റം കൊള്ളുന്ന സർക്കാരിനുണ്ട്. ക്യാമ്പസിൻ്റെ മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. നമ്മൾ വീണ്ടും ശബരിമലയിലേക്ക് പോവുകയാണ്. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 6:30-ക്കാണ് ദീപാരാധന. ശ്രീജിത്ത് ശ്രീകുമാരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു ഘോഷയാത്ര, വിശദാംശങ്ങൾ. അനുജ, തങ്കയങ്കിയും വഹിച്ചുള്ള പേടകം അത് മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തങ്കയങ്കിയും കൊണ്ട് ഇവർ മുകളിലേക്ക് കയറിപ്പോകും. അത് 18ാം പടി ചവിട്ടാൻ വേണ്ടി പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തുന്നത്. എന്തായാലും രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് ശബരിമലയിലുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് തങ്കയങ്കി ദർശനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തങ്കയങ്കി ഈ പറയുന്നത് പോലെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണാൻ വേണ്ടി, അയ്യനെ ഒന്ന് തൊഴാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 18ാം പടി ചവിട്ടി തങ്കയങ്കിയുടെ പേടകം മുകളിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 6:30 മണിയോടുകൂടി ഇത് അങ്ങോട്ട് എത്തിച്ചേരും. 6:30 മണിക്കാണ് ദീപാരാധന പറഞ്ഞിട്ടുള്ളത്. ദീപാരാധന സമയം 6:30 മണിയാണ്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ, അതുകൂടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾ, S ശ്രീജിത്ത്, സന്നിധാനത്തിന് ചുമതലയുള്ള, ശബരിമലയുടെ ചുമതലയുള്ള ADGP S ശ്രീജിത്ത് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാ ശബരിമലയിലേക്ക് തങ്കയങ്കി അയ്യപ്പന് ചാർത്താനുള്ള 421 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയും കൊണ്ട് ആ പേടകം ചുമന്നിരുന്ന ആൾ, അത് ഇത്തവണ ഈ പേടകം ചുമക്കുന്നത് ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള തിരുവാഭരണം ചുമന്ന മുകളിലേക്ക്, ശബരിമലയ്ക്ക് മുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അത് മുകളിലേക്ക് കയറിപ്പോയി ആ കൊടിമര ചുവട്ടിലേക്ക് എത്തുകയാണ് ആ തങ്കയങ്കി. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഭക്തിയാദരപൂർവ്വം പുഷ്പങ്ങളും മാലകളും ഒക്കെ അർപ്പിക്കുന്ന കാഴ്ചയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മുകളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലേക്ക് ഈ തങ്കയങ്കി എത്തിക്കും. അതിനുശേഷം ആയിരിക്കും അവിടെയായിരിക്കും അവിടെയായിരിക്കും ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് ഭക്തർ ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അവരെ 5 മണിക്ക് വരെ കയറ്റി വിട്ടിരുന്നു. അതിനുശേഷം പിന്നീട് ഈ തങ്കയങ്കി എത്തുമ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അവരെല്ലാവരും തന്നെ ഈ ദീപാരാധന സമയത്ത്, നട തുറക്കുന്ന സമയത്ത് അവരെ അകത്തേക്ക് 18ാം പടി ചവിട്ടി അയ്യനെ ഒരു നോക്ക് കണ്ട്, തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം കണ്ട് ഒന്ന് തൊഴാനുള്ള അവസരം അവർക്ക് ഉണ്ടാകും. എന്തായാലും തങ്കയങ്കി മുകളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. ഇനി ദീപാരാധന, അത് 421 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി, അത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കാണിക്കയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴിപാടായി നൽകിയ ഈ തങ്കയങ്കിയായിരിക്കും, അത് ചാർത്തിയായിരിക്കും ദീപാരാധന. നാളെ 11 മണി വരെ ഈ ദീപാരാധന, ഈ തങ്കയങ്കി ചാർത്തി തന്നെയായിരിക്കും അയ്യപ്പൻ്റെ അവിടെ ഉള്ള ദർശനം നൽകൽ. എന്തായാലും തങ്കയങ്കിയും വഹിച്ചുള്ള പേടകം മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര സന്നിധാനത്തെത്തി. ഇപ്പോൾ അത് പേടകം കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകർക്ക്. അശ്വിൻ പാലാഴി കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇനി ഈ തങ്കയങ്കി, ഈ ആഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന, അതിനായുള്ള കാത്തിരിപ്പിലാണ്. വലിയ ഭക്തജന തിരക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്.
ഇത് ഇന്നിപ്പോൾ ഈ വെർച്വൽ ക്യൂ അതിൽ ബുക്കിങ്ങിലൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജ, എന്തായാലും ഇപ്പോൾ തങ്കയങ്കി ഇതാ ശ്രീകോവിലിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അത് മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് അല്പസമയത്തിനുള്ളിൽ ഏറ്റുവാങ്ങും. അതിനുശേഷം ശ്രീകോവിലിനുള്ളിലേക്ക് പോകും. 6:30-ക്കാണ് ദീപാരാധന തുടങ്ങുന്നത്. അതായത് ശ്രീകോവിലിനുള്ളിലേക്ക് ആ തങ്കയങ്കി പേടകം ഇപ്പോൾ കയറ്റുകയാണ്. തന്ത്രിയും മേൽശാന്തിയും ചേർന്നത് സ്വീകരിച്ചിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ദീപാരാധന തുടങ്ങും. 6:30-നാണ് ദീപാരാധന. അത് 6:30-ന് ദീപാരാധന പൂർത്തിയാക്കി നട തുറക്കും. അപ്പോഴാണ് തങ്കയങ്കി ചാർത്തിയുള്ള സാക്ഷാൽ അയ്യപ്പന്റെ രൂപം തീർത്ഥാടകർക്ക് കാണാനാവുക, ഭക്തജനങ്ങൾക്ക് മുന്നിൽ ആ വിശ്വരൂപം കാണാനാവുക. എന്തായാലും ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച്, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായൊരു ദീപാരാധനയും ചടങ്ങുമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നട അടച്ചിരിക്കുന്നു. ദീപാരാധനയ്ക്ക് ശേഷം 6:30-നാണ് നട തുറക്കുക. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ആ ശ്രീകോവിലിൽ നിന്നും തന്ത്രി പ്രത്യേകമായി പൂജിച്ചു നൽകിയ പുഷ്പഹാരങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ തങ്കയങ്കിയെ ശരംകുത്തിയിൽ നിന്ന് സ്വീകരിക്കാനായി ആചാരപൂർവ്വം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളും വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും അടങ്ങുന്ന പ്രതിനിധി സംഘം ശരംകുത്തിയിലേക്ക് പോയത്. അവിടെ നിന്ന് വിശ്വാസപൂർവ്വം തന്നെ ചടങ്ങുകൾക്ക് അടിസ്ഥാനമായി തന്നെ തങ്കയങ്കി സ്വീകരിച്ചുകൊണ്ടുള്ള ഭക്തിയാദരപൂർവ്വമുള്ള ഒരു തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തി. അവിടെ നിന്ന് 18-ാം പടി കയറി 18-ാം പടിക്ക് മുകളിൽ ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, അതിനു പുറമെ തമിഴ്നാട് ദേവസ്വം മന്ത്രിയായ PK ശേഖർ ബാബു എന്നിവർ ചേർന്നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര, തങ്കയങ്കി പേടകത്തെ സ്വീകരിച്ചത്. 18-ാം പടിക്ക് മുകളിൽ നിന്ന് സോപാനം വഴി അത് ശ്രീകോവിലെത്തി. ഇപ്പോൾ ദീപാരാധനയുടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദീപാരാധന ഉണ്ട്. അതിനുശേഷമാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണാനാവുക. അത് ഇതുവരെ തീർത്ഥാടകരെ, മല ചവിട്ടിയെത്തിയ തീർത്ഥാടകരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. വെർച്വൽ ക്യൂ 50,000-ആയി വെട്ടിക്കുറച്ചിരുന്നു. ഒപ്പം സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെ മാത്രമാണ് പമ്പയിൽ നിന്ന് കടത്തിവിട്ടത്. എന്നാൽ ഈ കടത്തിവിട്ട തീർത്ഥാടകരാരും ഇതുവരെ 18-ാം പടി ചവിട്ടിയിട്ടില്ല. അവർക്ക് 18-ാം പടി ചവിട്ടി ദർശനത്തിനുള്ള അനുമതി ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും. വലിയ തിരക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്നിധാനത്ത് വലിയ തിരക്കില്ല. തീർത്ഥാടകർ നടപ്പന്തലിൽ അല്പസമയത്തിനകം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ശബരിമലയിൽ നടക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്ന